പാലക്കാട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള വാഹന പരിശോധനയ്ക്കിടെ വനിതാ എസ്ഐ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. 2 എസ്ഐമാർ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ സൈനികൻ അടക്കമുള്ള 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയറ്റംകുന്നം പഴമ്പുള്ളിയിൽ ഇന്നലെ വൈകിട്ട് 6:15 സംഭവം. പ്രധാന പ്രതി റാഞ്ചിയിൽ ജോലി ചെയ്യുന്ന ലീവിനു നാട്ടിലെത്തിയ സൈനികനും മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ തൃക്കളൂർ സ്വദേശിയുമായ ജിനേഷ്, സുഹൃത്തുക്കളായ തൃക്കാളൂർ സ്വദേശികളായ രഞ്ജിത്ത്, അനീഷ്, അരിയൂർ സ്വദേശി പ്രവീൺ എന്നിവരാണ് പിടിയിലായത്. ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ്ഐ എസ് സുദർശന, എസ്ഐ ജോൺ സേവ്യർ, സീനിയർ CPO രജീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ലഹരിക്കടത്തു തടയുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ പരിശോധിക്കുന്നതിനിടെ കാറിലെത്തിയ പ്രതികൾ പരിശോധന ചോദ്യം ചെയ്ത് പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. വാഹനം കൈകാട്ടി നിർത്തിച്ചു പരിശോധന നടത്തിയ ജോൺ സേവ്യറിനെയാണ് ആദ്യം ആക്രമിച്ചത്. പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന ജിനേഷ് ഇദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു, കണ്ണട അടിച്ചു പൊട്ടിച്ചു. തടയാൻ ചെന്നപ്പോഴാണ് വനിതാ SI ഉൾപ്പെടെയുള്ളവർക്കു നേരെ ആക്രമണമുണ്ടായത്. ഇതിനിടെ ഒരു പ്രതി സേവ്യറിന്റെ കഴുത്തിൽ ചവിട്ടി ഞെരിച്ചതായും പോലീസ് പറഞ്ഞു. പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഹോംഗാർഡ് വിവരം നൽകിയതോടെ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തിയാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ഇവരെ പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ ജോലി തടസ്സപ്പെടുത്തിയതിനും വനിതാ SIയെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചതിനും അസഭ്യം പറഞ്ഞതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും. മേഡത്തിൻ്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന തൂഫാൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വാഹനം വന്നു, കാറ് കൈകാണിച്ച് നിർത്തി. അതിലുള്ളവരെ പരിശോധിക്കാൻ ശ്രമിച്ച സമയത്ത് ഇയാൾ വാഹനത്തിൽ നടക്കുന്ന ആൾ ഗാഡി ഇറങ്ങിയിട്ട് എൻ്റെ ഈ ഭാഗത്ത് അടിച്ചു കൈകൊണ്ട്. എനക്കൊന്നും എന്നെ ചെക്ക് ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. അടിയോടുകൂടി ഞാൻ മറിഞ്ഞു വീഴാൻ പോയി. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ളവരെന്നെ താങ്ങി പിടിച്ചു. പിന്നെ അവനെ മതിയായ ബലപ്രയോഗം നടത്തി വണ്ടി കയറ്റി ഞാൻ നടുവിലത്തെ സീറ്റിലൂടെ വന്നിരുന്നപ്പോൾ അവൻ അവൻ്റെ കാല് വെച്ചിട്ട് കഴുത്തിൽ ചവിട്ടി സീറ്റിനോട് ചേർത്ത് വെച്ചു. എനിക്ക് ശ്വാസമൊക്കെ പോയി. അവരാണ് ഓടി വന്നിട്ട് പിന്നെ എന്നെ രക്ഷപ്പെടുത്തി എടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.